അയോധ്യ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയായി മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഭൂമി കുംഭകോണം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുകയാണ്. മധ്യപ്രദേശ് രാഷ്ട്രീയത്തെ പിടിച്ചുലക്കുന്ന വലിയ ഭൂമി കുംഭകോണമാണ് വിവാദമായത്. മുഖ്യമന്ത്രി മോഹൻ യാദവും അദ്ദേഹത്തിന്റെ കുടുംബവും അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ ഇതൊരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മുഖ്യമന്ത്രിയെ അപമാനിക്കാനും രാഷ്ട്രീയമായി തകർക്കാനുമാണ് കോൺഗ്രസിന്റെ ഗൂഢാലോചനയെന്ന് ബി.ജെ.പി തിരിച്ചടിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട ഒരു അന്വേഷണാത്മക റിപ്പോർട്ടാണ് ഈ വിവാദങ്ങൾക്ക് ആധാരം. മോഹൻ യാദവ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ് 2023 ഡിസംബറിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അവരുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനികളും ഉജ്ജയിനിയിലും പരിസരത്തും വൻതോതിൽ ഭൂമി വാങ്ങിയിട്ടുണ്ട്. 137 പ്ലോട്ടുകളിലായി 168 ഏക്കറോളം ഭൂമി ഇത്തരത്തിൽ വാങ്ങിയെന്നാണ് പ്രാഥമിക നിഗമനം. ഈ വാങ്ങിയ ഭൂമിയിൽ 111 ഏക്കറും വരുന്നത് സംസ്ഥാന സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച വലിയ റോഡ് വികസന പദ്ധതികൾക്കും ഉജ്ജയിനിലെ മാസ്റ്റർ പ്ലാൻ വികസന മേഖലകൾക്കും തൊട്ടടുത്താണ്. സർക്കാരിന്റെ വരാനിരിക്കുന്ന വികസന പദ്ധതികൾ എവിടെയാണെന്ന് മുൻകൂട്ടി അറിഞ്ഞ് ആ പ്രദേശങ്ങളിലെ ഭൂമി കുറഞ്ഞ വിലക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബം തട്ടിയെടുത്തു എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം. ഈ വിവാദം മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ തിരിച്ചടിയാകും. മുഖ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തെ വികസന പദ്ധതികൾ എവിടെ വരണമെന്ന് തീരുമാനിക്കുന്നത് മോഹൻ യാദവാണ്. ആ പദ്ധതിയുടെ പരിസരത്ത് തന്നെ സ്വന്തം കുടുംബങ്ങൾ ഭൂമി വാങ്ങിക്കൂട്ടുന്നതും കടുത്ത അധികാര ദുർവിനിയോഗമായി വ്യാഖ്യാനിക്കപ്പെടും. സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കണമെന്നാണ് മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിത്തു പട്ടാരി ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ഏജൻസികളായ CBIയും EDയും എന്തുകൊണ്ട് ഇവിടെ മിണ്ടുന്നില്ലെന്ന് ജയറാം രമേശും KC വേണുഗോപാലും ആരോപിച്ചു. ദേശീയ തലത്തിൽ ബി.ജെ.പിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായക്ക് ഇത് മങ്ങനേൽപ്പിക്കും. മധ്യപ്രദേശ് ബി.ജെ.പിക്ക് ഉള്ളിൽ തന്നെ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രത്തിലേക്ക് മാറിയ മുൻ കൃഷിമന്ത്രിയുടെ അനുയായികളാണ് മുഖ്യമന്ത്രിയെ തകർക്കാൻ ഈ വാർത്തകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമാണ്. പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് മോഹൻ യാദവിന് വലിയ തലവേദനയാകും. മധ്യപ്രദേശ് ബി.ജെ.പി അധ്യക്ഷൻ ഹേമന്ത് ഗഡ്ഡേവാൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. 2023 തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം പ്രകാരം മോഹൻ യാദവിന് 17 ഏക്കർ ഭൂമിയുണ്ട്. അതിൽ ഇന്നും ഒരു മാറ്റവുമില്ല. ഭാര്യ സീമ യാദവിന്റെ പേരിലുള്ള ഭൂമിയിലും മാറ്റവുമില്ല. ഉജ്ജയിനിൽ മാസ്റ്റർ പ്ലാൻ വരുന്നതിനും വളരെ മുൻപ് തന്നെ ഇവർ ഈ ഭൂമികൾ വാങ്ങിയതാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ വാങ്ങിയ 10 ഏക്കർ ഭൂമിയാകട്ടെ ഈ വികസന മേഖലയ്ക്ക് പുറത്തുള്ളതുമാണ്. ഇതിനെല്ലാം ഉപരിയായി ബി.ജെ.പി ഉയർത്തുന്ന രാഷ്ട്രീയ പ്രതിരോധം ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തെ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട നേതാവ് മുഖ്യമന്ത്രിയാവുമ്പോഴെല്ലാം അപമാനിക്കാനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ബി.ജെ.പി ആരോപിക്കുന്നു. മുൻപ് ഉമാഭാരതി, ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവർ മുഖ്യമന്ത്രിയായപ്പോഴും കോൺഗ്രസ് ഇതുതന്നെയാണ് ചെയ്തത്. OBC വിഭാഗത്തിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും അദ്ദേഹത്തിന്റെ ജനപ്രീതിയെയും തകർക്കാനുള്ള കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ് ഈ വിവാദമെന്നാണ് ബി.ജെ.പിയുടെ പക്ഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാന മുദ്രാവാക്യങ്ങളിലൊന്നാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം. അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിക്ക് നേരെ ഇത്രയും വ്യക്തമായ രേഖകളോടെ അഴിമതി ആരോപണം ഉയരുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് അത് അവഗണിക്കാൻ കഴിയില്ല. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷത്തിന് ബി.ജെ.പിയെ പ്രതിരോധിക്കാൻ കിട്ടിയ വലിയൊരു ആയുധമാണിത്. എങ്കിലും മധ്യപ്രദേശിൽ ശക്തമായ ജനപിന്തുണയുള്ള OBC വോട്ട് ബാങ്കിനെ തങ്ങളോടൊപ്പം നിലനിർത്താൻ ബി.ജെ.പിക്ക് ഈ വാദത്തിലൂടെ സാധിച്ചേക്കും. ആരോപണങ്ങൾ നിയമപരമായി തെളിയിക്കപ്പെടുന്നതുവരെ മോഹൻ യാദവിനെ മാറ്റാൻ ബി.ജെ.പി തയ്യാറാകില്ല. എന്നാലും അന്വേഷണം ശക്തമാക്കുകയും കൂടുതൽ തെളിവുകൾ പുറത്തു വരികയും ചെയ്താൽ അത് മോഹൻ യാദവിന്റെ കസേരയ്ക്ക് തന്നെ ഭീഷണിയായേക്കാം.